അപ്പോൾ ഇന്നത്തെ പരിപാടി കുറച്ച് ബീഫ് കിട്ടിയിട്ടുണ്ട്. അത് തേങ്ങാക്കൊത്ത് ഇട്ട് റോസ്റ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ബീഫിൻ്റെ പീസ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ആദ്യം വേണ്ടത് കേട്ടോ. പിന്നെ ഒരു പാൻ എടുക്കുക, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിൽ ഇഷ്ടമുള്ളത് ഒഴിച്ചു കൊടുത്തോ. ഞാൻ വെളിച്ചെണ്ണ എടുത്തേക്കണം കേട്ടോ. പിന്നെ അതിലേക്ക് സവോള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നല്ല ബ്രൗൺ കളറാവണേ, കുറച്ച് സമയം എടുക്കും, എന്നാലും ടേസ്റ്റ് നല്ലതാണല്ലോ. അപ്പോൾ പിന്നെ സമയം എടുത്താലും കുഴപ്പമില്ല അല്ലേ, എനിക്കങ്ങനെയാട്ടോ. അപ്പോൾ നന്നായിട്ട് വഴന്ന് വരണം. കുറച്ചൊന്ന് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് തേങ്ങ പീസ് ഇട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങ കൊത്തുകൾ അതെങ്ങനെ ഞാൻ അരിഞ്ഞിരിക്കണേന്ന് വെച്ചാൽ കനം കുറച്ചിട്ട് നീളനെ അരിഞ്ഞിരിക്കണേ കേട്ടോ. അത് ഏകദേശം വെള്ളം വറ്റിയ ഒരു കൊപ്രയാണ് ശരിക്കും പറഞ്ഞാൽ അത് ഇട്ടേക്കണം. അതും അതിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴറ്റിയെടുക്കണം, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. കുറച്ച് സമയം എടുക്കും, എന്നാലും ടേസ്റ്റ് അതൊന്നും കുഴപ്പമില്ലാന്നേ. നന്നായിട്ട് ശേഷം അതിലേക്ക് നമ്മൾ മുളക് പൊടി ഞാൻ ചേർത്തത് 4 ടീസ്പൂൺ ചതച്ച മുളക് പൊടിയാണ്, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിൽ മഞ്ഞൾ ഓൾറെഡി വേവിക്കുമ്പോൾ ചേർത്ത കാരണമാണ് ഇത്ര കുറവ് ചേർത്ത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ആ പൊടിയുടെ പച്ചമണം മാറുന്ന വരെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മളിതിലേക്ക് ചേർക്കുന്നത് വേവിച്ച് വെച്ച നമ്മുടെ ബീഫിൻ്റെ ചാറാണ് ആദ്യം ഒഴിക്കുന്നത് കേട്ടോ. കാരണം ചാറ് നന്നായി വറ്റിയിട്ട് വേണം നമ്മൾ ബീഫിൻ്റെ പീസ് ഇട്ട് കൊടുക്കാൻ. കുറച്ച് ബീഫിൻ്റെ പീസ് വീണിട്ടുണ്ട്, അത് കുഴപ്പമില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ഏകദേശം എണ്ണ തെളിഞ്ഞൊടുങ്ങിയിട്ടുണ്ട്. ഞാൻ കുറച്ച് എണ്ണ യൂസ് ചെയ്യുള്ളൂ കേട്ടോ, അതെൻ്റെ ഒരു സ്വഭാവമായിപ്പോയി. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എണ്ണ യൂസ് ചെയ്തോളൂ കേട്ടോ. ഞാൻ ഈ ബീഫൊക്കെ കഴിക്കുമ്പോൾ ഓൾറെഡി എണ്ണയും നെയ്യൊക്കെ ഉണ്ടാവും അതിൽ. അപ്പോൾ വളരെ കുറച്ച് വെളിച്ചെണ്ണ സിമ്മിലിട്ടിട്ട് ഞാൻ വഴറ്റൊക്കെ ചെയ്യും. അപ്പോൾ കുഴപ്പമില്ല. ഹൈ ഫ്ലെയിമിലിടുമ്പോഴാണ് പെട്ടെന്ന് കരിഞ്ഞു പോവുക. വെള്ളം വറ്റിയിലേക്ക് വേവിച്ച് വെച്ച് നമ്മുടെ ബീഫ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. അതിന് ശേഷം അതിലേക്ക് ഞാൻ നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കും. ഇതിലാണ് നമ്മുടെ ടേസ്റ്റ് ഇരിക്കുന്നത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ അതങ്ങോട്ട് വലിഞ്ഞ് വരണം, വലിഞ്ഞ് ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയി നല്ല ഡ്രൈ ആയിട്ട് വരണം. പിന്നെ എരിവ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കുറവ് തോന്നുകയാണെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം കേട്ടോ. എനിക്ക് അത്യാവശ്യത്തിന് എരിവ് ഉണ്ടായിരുന്നു, അപ്പോൾ പിന്നെ ഞാൻ കുരുമുളക് പൊടി ചേർത്തില്ല. അങ്ങനെ ബീഫ് തേങ്ങാക്കൊത്തിട്ടത് റെഡിയായി.